ഹായ് എവരിവൺ. വർഷങ്ങളോളം സ്കൂളുകളിൽ മാത്സ് അധ്യാപികയായിരുന്ന എനിക്ക് ഈ ചാനലിലൂടെ വീണ്ടും 10ാം ക്ലാസ്സിലെ മാത്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സീരീസ് ഇന്ന് തുടങ്ങുകയാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററായ അരിതമെറ്റിക് സീക്വൻസിൻ്റെ കൺസെപ്റ്റ്സുകൾ വർക്ക്ഷീറ്റുകളിലൂടെ അവതരിപ്പിക്കാം എന്നാണ്, പ്രസൻറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കി തന്നത് എറണാകുളം വരാപ്പുഴ ഹോളി ഇൻഫൻസ് ബോയ്സ് ഹൈസ്കൂളിലെ മാത്സ് അധ്യാപകനായിരുന്ന ജോൺ പി എ സർ ആണ്. അദ്ദേഹം സർവീസിലിരിക്കെ DRG ആയും SRG മേഖലയിലും വളരെയധികം സജീവമായിരുന്നു. കൂടാതെ റിട്ടയർ ചെയ്ത ശേഷവും മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പുകളിൽ അവർക്ക് ആവശ്യമായ ലേണിംഗ് മെറ്റീരിയൽസ് തയ്യാറാക്കി കൊടുത്തുകൊണ്ടും അതുപോലെ അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ടും വളരെ ആക്റ്റീവായ അദ്ദേഹം ദിനപത്രങ്ങളിലും അതുപോലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ഗണിതപരമായ ലേഖനങ്ങളും എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ഈ വർക്ക്ഷീറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ വർക്ക്ഷീറ്റുകൾ കുട്ടികൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ അധ്യാപകർക്കും അവരുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ പേരൻസിനെ മക്കളെ സഹായിക്കാനും അവർക്ക് ടെക്സ്റ്റ് ബുക്കിനപ്പുറമുള്ള ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനും അതുപോലെ അനലിറ്റിക്കൽ തിങ്കിങ് വളർത്താനും വളരെ സഹായകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ ലൈക്കും കമൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ചെയ്യണം എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ ലളിത, ലേൺ വിത്ത് ലളിത ടീച്ചറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, നമ്പർ സീക്വൻസ് എന്താണെന്നും സംഖ്യാശ്രേണി എന്താണെന്നും അതേപോലെ ടേംസ് എന്താണെന്നുമുള്ള ഒരു കൺസെപ്റ്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് നമ്പർ സീക്വൻസ്? അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എൻ ഓർഡർ, അല്ലേ, അക്കോർഡിംഗ് ടു സം റൂൾ ഇസ് കോൾഡ് സീക്വൻസ്. അതായത് ഒരു അറേഞ്ച്മെന്റ്, നമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് സംഖ്യകളുടെ ഒരു ക്രമമാണ്. ആ ക്രമം ഏതെങ്കിലും റൂൾ ഉപയോഗിച്ച് എഴുതുന്ന ഒരു അറേഞ്ച്മെന്റ്, ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഈ നമ്പേഴ്സിനെ, സീക്വൻസിലെ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിനെയാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. ആ സീക്വൻസ്, ആ ശ്രേണിയിലെ പദങ്ങൾ, ടേംസ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്ന നമ്പേഴ്സിനെയാണ്. എക്സാമ്പിൾ, നിങ്ങൾക്ക് പരിചയമുള്ള 3 സീക്വൻസുകളാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ പരിചയമുള്ളതാണ്. അതായത് എണ്ണസംഖ്യകളുടെ ശ്രേണി, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് 1, 2, 3 എക്സെട്ര, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ആ നാച്ചുറൽ നമ്പേഴ്സ് ഏത് റൂളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്? 1നോട് 1 കൂട്ടിയാൽ 2 കിട്ടും, 2നോട് 1 കൂട്ടിയാൽ 3 കിട്ടും. അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ എണ്ണസംഖ്യ, ഒന്നാമത്തെ നമ്പർ 1 ആണെന്നും 2 2 ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ അറേഞ്ച്മെന്റ് ആണ് ഒരു സീക്വൻസ്. നെക്സ്റ്റ് സീക്വൻസ് 2, 4, 6 ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ്, അല്ലേ. ഇതിൽ ഓരോ നമ്പറും ഓരോ സംഖ്യയും അതിലെ ടേം അല്ലെങ്കിൽ പദം എന്ന് പറയാം. അതിൽ 2 ഇതിലെ ഒരു പദമാണ്, 4 ഒരു പദമാണ്, 6 ഒരു പദമാണ്, ടേം ആണ്. ഫസ്റ്റ് ടേം 2, സെക്കൻഡ് ടേം 4, തേർഡ് ടേം 6. ക്ലിയർ? ഇതിലെ അടുത്തത് ഓഡ് നമ്പേഴ്സിന്റെ ഒറ്റ സംഖ്യകളുടെ ശ്രേണി നോക്കൂ. 1, 3, 5, 7 എക്സെട്ര, അല്ലെ. 1, 3, 5, 7 ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. ഇതിലും ഇത് എഴുതുന്നതിനും ഈ അറേഞ്ച്മെന്റിലും ഒരു റൂളുണ്ട്. നിങ്ങൾക്കറിയാം, ഓർഡർ ആയിട്ടാണ് എഴുതുന്നത്, അല്ലേ. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, എങ്ങനെ ക്രമമായിട്ട് എഴുതുന്നതിനെയാണ് ഓർഡർ ആയിട്ട് എഴുതുക എന്ന് പറയുന്നത്. അതിന് അടുത്തത് 10ാമത്തെ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി പറയാൻ സാധിക്കണം. അങ്ങനെ ഓർഡറായിട്ട് എഴുതുകയാണെങ്കിൽ കൃത്യമായിട്ടും അത് പറയാനായിട്ട് സാധിക്കും. അത്തരം അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് കിടക്കാം. ഇത് ഉപയോഗിച്ചുള്ള വർക്ക്ഷീറ്റുകൾ ചെയ്ത് നോക്കാം. വർക്ക്ഷീറ്റ് 1 നോക്കാം. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നത് എന്താണ്? 3, 6, 9 എക്സെട്ര ഈസ് ദ സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 3. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന സീക്വൻസ്, ശ്രേണി എന്ന് പറയുന്നത് 3ന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് എന്ന് അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആ റൂൾ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് എന്നുള്ളത്. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് 2
ദ സീക്വൻസ്. സ്മോളസ്റ്റ് 2 ഡിജിറ്റ് രണ്ടക്ക സംഖ്യ ഈ സീക്വൻസിൽ അടുത്ത രണ്ടക്ക സംഖ്യ ഏറ്റവും അടുത്ത ഈ സീക്വൻസിലെ രണ്ടക്ക സംഖ്യ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതായിരിക്കും എന്നാണ്. രണ്ടക്ക സംഖ്യ അതായത് ആ പദം ഏതാണ്? 3, 6, 9 എക്സിട്ര ഇതിലെ അടുത്ത രണ്ടക്ക സംഖ്യ 3ന്റെ ഗുണിതമാവണം. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ആയിരിക്കണം. ഏതാണ് ഇതിന്റെ അടുത്തത്? എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആൻസർ എഴുതണം. നിങ്ങൾ ഈ വർക്ക്ഷീറ്റ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. ഞാൻ വർക്ക്ഷീറ്റുകൾ മലയാളം മീഡിയത്തിന്റെയും ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും ഒപ്പം വെക്കുന്നുണ്ട്. നിങ്ങൾ അത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഈ വീഡിയോ ആൻസർ ചെയ്യണം. ഉണ്ടല്ലോ 3, 6, 9 എക്സിട്ര ഇതിലടുത്തത് 3, 6, 9 അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 12 അല്ലേ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും 12 ആണ്. അപ്പൊ ആൻസർ എന്താണ്? 12 എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ? 12 ആൻസർ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഈസ് 12,345 a term of this sequence? How do you know this? പരിശോധിച്ച് നോക്കുക എല്ലാവരും. 12,345 a term എന്ന് പറഞ്ഞാൽ അതിലെ നമ്പർ ഈ സീക്വൻസിലെ ഒരു നമ്പർ ആകുമോ ഈ നമ്പർ എന്നാണ് ചോദ്യം. ഇങ്ങനെ എഴുതി പോകുകയാണെങ്കിൽ ഈ നമ്പർ അതിൽ ഉൾപ്പെടുമോ എന്നാണ് ചോദ്യം. ക്ലിയർ? ഹൗ ഡു യു നോ ദിസ് എന്നാണ്. ഫസ്റ്റ് ഇതാണോ എന്നാണ്, പദമാണോ എന്നും, രണ്ടാമത് നിങ്ങൾ അത് പറയാനുള്ള റീസൺ എന്താണ് എന്നും എഴുതണം, കാരണവും എഴുതണം. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് നമുക്ക് തന്ന റൂൾ? എന്താണ്? ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ 12,345 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കണം. 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കാൻ പല മാർഗമുണ്ട്. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് നോക്കിയോ അല്ലേ? അത്ര സമയം കളയാതെ തന്നെ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഡിവിസിബിലിറ്റി റൂള് പഠിച്ചിട്ടുണ്ട്. 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താ അതിന് പ്രത്യേകത ഉണ്ടാവുക? ഇതിന്റെ ഡിജിറ്റുകളെല്ലാം അക്കങ്ങളെല്ലാം കൂട്ടിയാൽ 3ന്റെ ഗുണിതമായിരിക്കണം. അപ്പോഴേ 3 കൊണ്ട് കൃത്യമായി നിശേഷം അല്ലേ ഹരിക്കാൻ സാധിക്കുള്ളൂ. നോക്കാം. 5, 4, 9, 9, 3, 12, 2, 14, 15. 15 അക്കങ്ങളുടെ തുക 15 ആണ്. നിങ്ങൾ പിന്നെ ഹരിച്ച് നോക്കണ്ടില്ല. 15നെ 3 കൊണ്ട് കൃത്യമായി ഹരിച്ചു പോകും അല്ലേ? 3 15 ആണ്. അതായത് നിങ്ങൾ ഇത് 3ന്റെ ഗുണിതമാണ്, 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലെ എന്താണ് ആൻസർ? യെസ് എന്നാണ് ആൻസർ. ഇതിലൊരു പദമാണോ? 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് ഇത് പദമാണോ എന്ന ചോദ്യത്തിന് എന്താണ്? യെസ് ആണ്. രണ്ടാമത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? ഹൗ ഡു യു നോ ദിസ് എന്നാണ്. എങ്ങനെയാ മനസ്സിലായത് നിങ്ങൾക്ക്? ബിക്കോസ് 12,345 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? 3ന്റെ ഗുണിതമാണ്. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതുന്നത്. ഇങ്ങനെയാണ് നമുക്ക് അതിലെ പദമാണ് എന്ന് മനസ്സിലായത്. ബിക്കോസ് 12,345 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. വളരെ സിമ്പിൾ അല്ലേ? ഒരു ചെറിയ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവിനെ വളർത്തി 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 നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ബ്രെയിൻ അതിനനുസരിച്ച് നമുക്ക് ചിന്തിച്ച് ആൻസർ കണ്ടെത്താനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കണം, എന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് എത്തണം. മനസ്സിലായോ മക്കളെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നന്നായി വായിച്ചു നോക്കുക കേട്ടോ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് 1 more than the multiples of 3. എന്താ പറഞ്ഞിരിക്കുന്നത്? 3ന്റെ ഗുണിതങ്ങളോട് 1 കൂട്ടിയ ശ്രേണി എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 3ന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് ഓഫ് 3യോട് 1 കൂട്ടണം. അങ്ങനെയുള്ള ശ്രേണി സീക്വൻസ് എഴുതുക. എല്ലാവരും എഴുതിക്കോളൂ. എന്താണ് എൻ്റെ ആൻസർ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3ന്റെ ഗുണിതങ്ങൾ നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. 3, 6, 9 എക്സിട്ര അല്ലേ? 3, 6, 9 എക്സിട്ര. ഇതിനോട് എന്ത് ചെയ്യണം? 1 കൂട്ടണം. 3 + 1 6 + 1 9 + 1 എക്സിട്ര. അതായത് ഇത് എന്തായിരിക്കും? 4, 7, 10 എക്സിട്ര അല്ലേ? ഇതല്ലേ ആൻസർ? ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. സീക്വൻസ് ശ്രേണി എഴുതുക.
എല്ലാ 3ന്റെ ഗുണിതങ്ങളോടും 3, 6, 9 എക്സെട്ര അതിലെ എല്ലാത്തിനോടും 1 വീതം കൂട്ടുക. അപ്പൊ ഇതാണ് ടേംസ്. 4 ഒരു ടേമാണ്, 7 ടേമാണ്, സെക്കൻഡ് ടേമാണ്, 10 ഒരു ടേമാണ്. ക്ലിയർ? ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? Is 125 a term of this sequence? How do you know this? 125 125 ഇതിലെ പദമാണോ? നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് മനസ്സിലായത് എന്നാണ് ചോദ്യം. ക്ലിയർ? 125 125 ഈ സീക്വൻസിലെ ഒരു പദമാണോ? നമുക്ക് എന്താണ് റൂള്? 1 കൂടുതലാണ്. 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണോ ഈ നമ്പർ? ഏത് നമ്പർ? 125. 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലാണോ? അല്ലേ? അങ്ങനെ പരിശോധിച്ചാൽ പോരെ. 125 എത്ര 3കളുണ്ട്? 125നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് കിട്ടുന്നത്? എത്ര 3കളുണ്ട്? എന്താണ് ഇതിന്റെ അർത്ഥം? 125 എന്ന് പറയുന്നത് 3 41 എണ്ണം 41 എണ്ണമുണ്ട്. കൂടാതെ കൂടാതെ റിമൈൻഡർ 2 ആണ്. 2 ആണ് കൂടുതലുള്ളത്. അല്ലേ? 3ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 2 ആണ് കൂടുതലുള്ളത്. റിമൈൻഡർ 2 ആണ് അവിടെ കിട്ടിയത്. ക്ലിയർ? നമുക്ക് റൂൾ എന്ത് ചെയ്യുന്നു? 1 ആണ് കൂടുതൽ വേണ്ടത്. ഇതിലുള്ള എല്ലാത്തിനും 3ന്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 ആണ് കൂടുതലുള്ളത്. അപ്പൊ അതായത് ഇത് ഇതിലെ ടേം ആണോ? അല്ല. അപ്പൊ ഇത് നോ, ദിസ് ഇസ് എ ടേം. 125 is not a term of this sequence. നോ എന്നാണ് ആൻസർ. എന്തുകൊണ്ട്? ഹൗ ഡു യു നോ ദിസ്? അല്ലേ? ഹൗ ഡു യു നോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലുള്ള നമ്പർ അല്ല, 2 ആണ് കൂടുതൽ. 3യുടെ മൾട്ടിപ്പിളിനേക്കാൾ 2 ആണ് കൂടുതൽ. 2 more than the multiple of 3. Therefore, this is not a term. എന്ന് തന്നെ താഴെ എഴുതുക. ക്ലിയർ? 2 more than the multiple of 3. Therefore, not a term of this sequence. മനസ്സിലായില്ലേ? 3ന്റെ ഗുണിതത്തേക്കാൾ 2 കൂടുതലാണ്. അതുകൊണ്ട് 125 ഇതിലെ പദമല്ല. ക്ലിയർ? 125 ഇങ്ങനെ ഹരിച്ചു നോക്കണതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 125 1 കൂടുതലാണോ എന്നാണ് ചോദ്യം. 125 നിന്ന് 1 കുറഞ്ഞാൽ 124. 124 3ന്റെ ഗുണിതാണോ നോക്കിയാൽ മതി. 124 3ന്റെ ഗുണിതാണോ? 1 2 3 3 4 7 7 3ന്റെ ഗുണിതല്ല. അതായത് ഈ നമ്പർ 3ന്റെ ഗുണിതത്തേക്കാൾ 1 അല്ല കൂടുതൽ. ഏത് രീതിയിലും നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാം. ക്ലിയർ? വർക്ക്ഷീറ്റ് 1ലെ 3rd ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ കണ്ട് പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആവും. നോക്കി നോക്കുക. 1/7 2/7 3/7 etc. is a sequence in which numbers in the numerator are natural numbers in the order. റൂൾ മനസ്സിലായല്ലോ? ഈ സീക്വൻസിന്റെ ന്യൂമറേറ്ററിലെ അംശത്തിലൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്, ഓർഡർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് 1 ഒന്നാമത്തേല് 1 രണ്ടാമത്തേല് 2 മൂന്നാമത്തേല് 3 അങ്ങനെ ഓർഡർ ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇതിന്റെ അംശങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്. ഛേദത്തിലെ ഡിനോമിനേറ്ററിൽ പിന്നെ ഇതിൽ നോക്കിയാൽ അറിയാം എല്ലാം 7 ആണ് എന്ന് ക്ലിയർ ആണ്. അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് നെക്സ്റ്റ് 3 ടേംസ്. എഴുതിക്കൂടെ? നെക്സ്റ്റ് 3 ടേംസ് എഴുതാൻ സാധിക്കില്ലേ? എല്ലാവരും എഴുതുക. നെക്സ്റ്റ് 3 ടേംസ് അതായത് 1/7 2/7 3/7 കഴിഞ്ഞ് അടുത്ത 3 എണ്ണമാണ് എഴുതുന്നത്. 3/7 കഴിഞ്ഞ് അടുത്തത് ഏതായിരിക്കും? 4/7 5/7 6/7. 3 ടേംസ് എഴുതിയിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇന്റീജർ ടേം ഓഫ് ദിസ് സീക്വൻസ്? എന്താ ഇന്റീജർ എന്ന് പറഞ്ഞാൽ? ഇന്റീജർ 1 2 3 എക്സെട്ര ഇന്റീജേഴ്സിൽ പെടും. പക്ഷേ പോരാ, 0 1 2 3 പോരാ അല്ലേ? അതായത് 1 2 3യുടെ നെഗറ്റീവും -1 -2 -3 എക്സെട്ര എല്ലാം ഇന്റീജേഴ്സിൽ പെടും. ചോദ്യം, ഇതിലെ ഫസ്റ്റ് ഇന്റീജർ ടേം ഏതായിരിക്കും? ഈ സീക്വൻസിലെ ഫസ്റ്റ് ഇന്റീജർ ടേം മുഴുവൻ സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം. നോക്കൂ, ഇതിലെ ഡിനോമിനേറ്റർ ഛേദങ്ങളെല്ലാം 7 അല്ലേ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴാണ് ഇതിലെ മുഴുവൻ സംഖ്യ വരിക? മുകളിൽ എന്ത് വന്നാലാണ് ഇവിടെ മുഴുവൻ സംഖ്യയായിട്ട് വരിക? ഫ്രാക്ഷൻ അല്ലാതെ മുഴുവൻ സംഖ്യയായിട്ട് വരിക, പൂർണ്ണ സംഖ്യയായിട്ട് വരിക. ഡിനോമിനേറ്റർ 7 ആണ്.
എന്നാലല്ലേ ക്യാൻസലായി പോകുള്ളൂ. ഫസ്റ്റ് 7ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? ഫസ്റ്റ് അങ്ങനെ തിങ്ക് ചെയ്യാം. നമ്മൾ 7 ആണ് ഡിനോമിനേറ്റർ ഛേദം. നമ്മളിത് ക്യാൻസലായി മുഴുവൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ക്യാൻസലായി പോകണം അല്ലേ? അങ്ങനെയാണെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ന്യൂമറേറ്ററിൽ വരണം. ഫസ്റ്റ് ഇൻറ്റീജർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ മൾട്ടിപ്പിൾ 7ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാണ്? 7 അല്ലേ? അപ്പൊ അതായത് ഫസ്റ്റ് ഇൻറ്റീജർ ടേം ഏതാണെന്ന് ചോദിച്ചാൽ 7/7. അപ്പോഴേ നിങ്ങൾക്ക് ഇത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആയി. അതായത് ഫസ്റ്റ് ഇൻറ്റീജർ ഏതാണ്? 1 ആണ്. ക്ലിയർ? ഈ സീക്വൻസിൽ വരുന്ന ഫസ്റ്റ് ഇൻറ്റീജർ 1 ആണ്. അടുത്ത ചോദ്യം, at what position the first integer term appears in the sequence? ഏത് സ്ഥാനത്താണ് വരുന്നത്? ഏത് പൊസിഷനിലാണ്? ഏത് സ്ഥാനം? എത്രാമത്തേതായിട്ടാണ് ഈ 1 വരുന്നത് എന്നാണ് ചോദ്യം. എത്രാമത്തേതാണ്? ഒന്നാമത്തെ 1 ന്യൂമറേറ്റർ, രണ്ടാമത്തെ 2, മൂന്നാമത്തെ 3. അങ്ങനെയാണെങ്കിൽ 7 എന്ന് പറയുന്നത് 7th ടേം അല്ലേ? at what position? ഇത് 7th ആയിട്ടാണ്. 7th ആൻസർ 7th എന്നുള്ളതാണ്. ക്ലിയർ? ഏഴാം പദമായിട്ടാണ് 1 വരുന്നത്. ക്ലിയർ? അടുത്ത വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിന്റെ 10th ടേം എന്തായിരിക്കും? ഫസ്റ്റ് നോക്കൂ, നന്നായി ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യാം. ഫസ്റ്റ് ടേം 1/7, സെക്കൻഡ് ടേം 2/7, തേർഡ് ടേം 3/7. അങ്ങനെയാണെങ്കിൽ 10th ടേമോ എഴുതി കഴിഞ്ഞു അല്ലേ? എല്ലാവരും എഴുതിയില്ലേ? എന്താണ് 10th ടേം? 10/7. 10th ടേം 10/7. സിമ്പിൾ ആണ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യനിലെ ഒരു ഡി പാർട്ട് കൂടി ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു അത്? at what position 100 becomes a term of the sequence എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? at what position 100 എത്രാം പദമാകും എന്നാണ് ചോദ്യം. എത്രാമത്തെ ടേം ആയിട്ടാണ്? 100 പദമാണ്, പക്ഷെ അത് എത്രാമത്തേതായിട്ട് at what position എത്രാം പദമാണ് എന്നാണ് ചോദ്യം. നമ്മളെ സി പാർട്ടിൽ കണ്ടത് 7th ടേം ആണ്. 7th ടേം ആണ് 1. അങ്ങനെയല്ലേ കണ്ടത്? 7th ടേം ആണ് 1. അപ്പൊ 100 എത്രാമത്തെ ടേം ആവും? 100 എത്രാമത്തെ ടേം ആവും? 7th ടേം 1 ആണെങ്കിൽ ഇവിടെ 1നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 100 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 7നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 700th ടേം അല്ലേ? 700th ടേം ആയിരിക്കും എന്ത്? 100. സിമ്പിൾ ആണ്. 7th ടേം 1 ആണെങ്കിൽ എത്രാമത്തെ ടേം ആണ് 100 എന്നാണ് ക്വസ്റ്റ്യൻ. 1 100 അതായത് 100 ടൈംസ് ആണ് എങ്കിൽ 7th അല്ലേ? അതായത് 7നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 700th ടേം. ക്ലിയർ? ഈ കേസിൽ അത് സാധ്യമാകും. അതുകൊണ്ട് ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 700th ടേം ആയിരിക്കും 100. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ്? √3, √12, √27 etc. is an arrangement of numbers. ഈ നമ്പേഴ്സ് ഈ സീക്വൻസിനെ നന്നായി ശ്രദ്ധിക്കുക. √3, √12, √27 etc. എല്ലാം റൂട്ടുള്ള നമ്പേഴ്സ് ആണ്. Write each number as the product of an integer and an irrational number. എന്താണ് ഇന്റീജർ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഇന്റീജർ എന്താണ്? ഇന്റീജേഴ്സ് -2, -1, 0, 1, 2, 3 etc. ഇവിടെ നമുക്ക് -3 അങ്ങനെ മുന്നോട്ട് പോകും. ഇതാണ് ഇന്റീജർ. അതായത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും 0യും ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും ഉൾപ്പെടുന്നതാണ് ഇന്റീജേഴ്സ്, പൂർണ്ണസംഖ്യകൾ എന്ന് പറയും. പിന്നെ ഇറേഷണൽ നമ്പർ എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണ് ഇറേഷണൽ നമ്പർ? ഇറേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് p/q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പർ. നമുക്കിപ്പോൾ ഇതിലെ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സിന്റെ റൂട്ടുകൾ, സ്ക്വയർ റൂട്ടുകൾ നമുക്ക് ഇറേഷണൽ നമ്പറാണ്. അതായത് പൂർണ്ണവർഗ്ഗങ്ങളല്ലാത്ത നമ്പേഴ്സിന്റെ, അതായത് √2, √3, √4 ഒരു മുഴുവൻ സംഖ്യയാണ് അല്ലേ? 2 ആണ്. അതുപോലെ √1 മുഴുവൻ സംഖ്യയാണ്, ഇൻറ്റീജർ ആണ്. √3 കഴിഞ്ഞാൽ √5, √7 etc. ഇതൊക്കെ നമുക്ക് ഇറേഷണൽ നമ്പേഴ്സിൽ ഉൾപ്പെടുത്താം. ക്ലിയർ അല്ലേ? ഇറേഷണൽ നമ്പേഴ്സും അതുപോലെ ഇൻറ്റീജേഴ്സും എന്താണെന്ന് അറിയണം. ഇറേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അഭിന്നകങ്ങൾ. മലയാളം മീഡിയങ്ങൾക്ക് അഭിന്നകങ്ങൾ. ഇതൊരു പൂർണ്ണസംഖ്യ
പൂർണ്ണസംഖ്യയും അഭിന്നകങ്ങളും. ക്ലിയർ? മലയാളം മീഡിയത്തിന്റെ വർക്ക്ഷീറ്റ് ഇതോടൊപ്പം വെക്കുന്നുണ്ട് കേട്ടോ. നോക്കൂ, നമുക്ക് √3 എങ്ങനെയാണ് ഒരു മുഴുവൻ സംഖ്യയുടെയും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു മുഴുവൻ സംഖ്യയുടെയും ഒരു ഇന്റീജറിന്റെയും ഒരു ഇറേഷണൽ നമ്പറിന്റെയും എന്തായിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? √3 എങ്ങനെ എഴുതാം? √1 × 3 എന്ന് എഴുതിക്കൂടെ അല്ലേ? അതായത് √1 × √3 അതായത് 1√3 എന്നതിനെ എഴുതാം. മനസ്സിലായില്ലേ? √1 × √3 എന്ന് നമ്മൾ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സുകളിൽ. ഇനി √12 എങ്ങനെ എഴുതാം? √12 നമുക്ക് എങ്ങനെ 12 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 12 എങ്ങനെ ഒന്ന് പിരിച്ചെഴുതാം? പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. ഒരു പെർഫെക്റ്റ് സ്ക്വയർ വേണം. ഒരു പെർഫെക്റ്റ് സ്ക്വയർ. അതിന് ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ? 4 3 × 4 എന്ന് പിരിച്ചെഴുതാം. മനസ്സിലായില്ലേ? 3 × 4 3 × 4 ആണ് 12. എങ്കിൽ √3 × √4 √3 × √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2√3 എന്ന് വരും. ഇതുപോലെ √27 എങ്ങനെ എഴുതാം? √27 ഏതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരും? 4ന്റെ വരില്ല. പിന്നെ 9 അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ 9 ആണ്. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരും അല്ലേ? 9 × 3 അതായത് √9 × √3 അതായത് 3√3 എന്ന് എഴുതാം. നോക്കൂ, നമ്മൾ ഓരോന്നിനെയും ഈ നമ്പർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എൻ ഇന്റീജർ ആൻഡ് റേഷണൽ നമ്പർ ആയിട്ട് എഴുതി കഴിഞ്ഞു. √3 1√3 √12 2√3 അതേപോലെ √27 3√3 ഒരു ഇന്റീജറും ഒരു ഇറേഷണൽ നമ്പറും. ഇവിടെയാണ് ഒരു ഇന്റീജറും ഒരു ഇറേഷണൽ നമ്പറിന്റെയും പ്രൊഡക്റ്റ് ആയിട്ടാണ് എഴുതിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദിസ് സീക്വൻസ്? അങ്ങനെയാണെങ്കിൽ 10th ടേം ഇതിൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ നോക്കൂ, ആദ്യത്തേത് എന്ന് പറയുന്നത് 1√3 ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് 2√3 ആണ്. തേർഡ് എന്ന് പറയുന്നത് 3√3 ആണ്. അപ്പൊ ഈ സീക്വൻസ് എന്തായി മാറി? നമ്മുടെ സീക്വൻസ് 1√3 2√3 √27 എന്ന് പറയുന്നത് 3√3. ഈ സീക്വൻസിൽ 10th ടേം എന്താണ് എന്നാണ് ചോദ്യം. ഈ ശ്രേണിയിലെ 10ാം പദം ഏതാണ്? 1ാം പദം 1√3 2ാം പദം 2√3 3ാം പദം 3√3 എങ്കിൽ 10ാം പദം ഏതായിരിക്കും? 10th ടേം ഏതായിരിക്കണം? പറയൂ. 10√3 അല്ലേ? 10√3 ആയിരിക്കും 10ാം പദം. വേണമെങ്കിൽ നമുക്ക് റൂട്ടിന്റെ ഉള്ളിലേക്ക് നമ്പർ മാറ്റുകയാണെങ്കിൽ 10 റൂട്ടിന്റെ ഉള്ളിൽ വരുമ്പോൾ 10 × 10 ആയിട്ട് വരണം. അതായത് 100 ആയിട്ട് വരണം. റൂട്ട് 100 ആണ് 10. പിന്നെ റൂട്ടിന്റെ ഉള്ളിലുള്ള 3 അതായത് √300 അത് തന്നെയാണ് 3. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ √300 നമ്മൾ ഇന്റീജറും ഇറേഷണൽ നമ്പറും ആക്കി ഇങ്ങനെ എഴുതിയാലും മതി. 10√3. ക്ലിയർ? നോക്കൂ, 5th ക്വസ്റ്റ്യൻ നോക്കൂ. This is the sequence of squares with the sides 1 cm, 2 cm, 3 cm, etc. in the order ആയിട്ടാണ് 1 2 3 etc. ആണ് നമ്മുടെ ഇതിന്റെ സൈഡ്സ്. നമ്മൾ ജോമെട്രി ഷെയ്ഡ്സിൽ നിന്ന് സീക്വൻസ് ഉണ്ടാവുന്നതിലേക്ക് കടക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്ക്വയേഴ്സിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 1 അതിന്റെ സൈഡ്സ് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളോടുള്ള ചോദ്യം റൈറ്റ് സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് എന്നുള്ളതാണ്. എന്താണ് പെരിമീറ്റർ? ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവ്. ഒരു സ്ക്വയറിന് 4 സൈഡും ഈക്വൽ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. എങ്കിൽ ആദ്യത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? സൈഡ് 1 സെന്റിമീറ്റർ ആണ്. എങ്കിൽ 4 സൈഡും കൂട്ടിയാൽ 4 × 1 4 എന്ന് കിട്ടും. അത് 2 ആണെങ്കിൽ നമ്മൾ 4 സൈഡ്സും കൂടി ആഡ് ചെയ്താൽ അതായത് 4 × 2 8. നെക്സ്റ്റ് 4 × 3 12 4 × 4 16 എക്സെട്ര. ഇതാണ് സീക്വൻസ് അല്ലേ? ഈ ഷേപ്പിൽ നിന്ന് സ്ക്വയറിന്റെ ഈ സീക്വൻസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് ഈ 4 നമ്പർ സീക്വൻസ് ആണ് ഇത്. ക്ലിയർ? ശ്രേണിയാണ് ഇത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് 10th സ്ക്വയർ? ഇങ്ങനെ ഒന്നാമത്തേൽ 1 ആണ്.
രണ്ടാമത്തേൽ 2 യൂണിറ്റ് ആണ്, മൂന്നാമത്തേൽ 3 യൂണിറ്റ് ആണെങ്കിൽ 10th സ്ക്വയറിൽ എന്തായിരിക്കും അതിന്റെ സൈഡ്? ആലോചിച്ച് നോക്കുക. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? 10th സ്ക്വയറിന്റെ സൈഡ് 10 സെന്റിമീറ്റർ എങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ് ആണ്, 4 ഇൻറ്റു സൈഡ് 10, അതായത് 40 സെന്റിമീറ്റർ ആയിരിക്കും പെരിമീറ്റർ. ഇതിന്റെ ആൻസർ പെരിമീറ്റർ ഓഫ് 10th സ്ക്വയർ ഈക്വൽ ടു 40 സെന്റിമീറ്റർ എന്ന് വരും. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ് എന്നുള്ളതാണ്. ഈ സീക്വൻസിനെ നിങ്ങൾ നിങ്ങളുടേതായ വേർഡ്സിൽ നിങ്ങൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യൂ. അതിന്റെ റൂൾ എന്താണെന്ന് പറയും. ഈ സീക്വൻസ് എഴുതാൻ നമ്മൾ ഉപയോഗിച്ച റൂൾ എന്താണെങ്കിൽ അത് നിങ്ങൾ ഇതിൽ നന്നായി ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഓരോ ടേമും 4, 8, 12, 16 ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ചിന്തിച്ചു നോക്കാം. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണത്? ഇതെല്ലാം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്, ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്താണ്? സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4, സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4 ഇൻ ഓർഡർ, ശരിയല്ലേ? ഓർഡർ ആയിട്ട് എഴുതണം. ക്ലിയർ? മൾട്ടിപ്പിൾസ് ഓഫ് 4 എങ്ങനെ എഴുതണം? ഓർഡർ ആയിട്ട്. ഒന്നാമത്തെ മൾട്ടിപ്പിൾ, രണ്ടാമത്തെ മൾട്ടിപ്പിൾ, മൂന്നാമത്തെ മൾട്ടിപ്പിൾ, അങ്ങനെ അല്ലേ? 4ന്റെ ഗുണിതങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4 ഇൻ ഓർഡർ. ക്ലിയർ? അങ്ങനെ നമ്മൾ ഈ 4th 5th ക്വസ്റ്റ്യനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ക്ലിയർ? വളരെ സിമ്പിൾ അല്ലേ? ഫസ്റ്റ് വർക്ക്ഷീറ്റ് വളരെ സിമ്പിളാണ്. വർക്ക്ഷീറ്റ് 1ലെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്ക്ഷീറ്റ് 2 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.